അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സ്കൂളിൽ പോകാൻ രണ്ടുപേരും റെഡിയായി ഇറങ്ങുക കേട്ടോ. വണ്ടി ഞങ്ങൾ ഇത്തിരി താമസം വരുന്നത്. മേതക്കുട്ടി പൂമ്പാറ്റ ക്ലിപ്പൊക്കെ ഇട്ടാ കുത്തിയത് സ്കൂളിൽ പോകുന്നത്. ഇങ്ങുവാ. രാവിലെ ചെറിയ കളിയൊക്കെ കളിച്ച് ഓട്ട മത്സരം കേട്ടോ രണ്ടുപേരും. സ്കൂളിൽ പോകുന്ന സമയം നോക്കി അമ്മാമ്മ കുഞ്ഞാവിനെ തറയിൽ കിടത്തുക. ഇപ്പം വേണം അവൾക്ക് കിടക്കാൻ. ഞങ്ങളിപ്പം പോകാൻ സമയമായി. രണ്ടുപേരും കൂടെ കളിപ്പിക്കും കേട്ടോ. ഉണ്ണിയോ സൂപ്പറാണോ മേതക്കുട്ടി? മേതക്കുട്ടി വളയല്ല ഊരിന് ദേഷ്യപ്പെടുക. ഞങ്ങളുടെ വണ്ടി എത്തി. മേതക്കുട്ടി ബാഗൊക്കെ ഇത് റെഡി ആയിരിക്കുക. അപ്പോൾ ഞാൻ കുഞ്ഞാവ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് പൊട്ടൊക്കെ തൊട്ട് പഴക്കൊണ്ടായിക്കൊണ്ടിരിക്കുക ഇപ്പം എന്നോട്. ടക്കട ഇന്ന് എന്നോട് ഇടത്തോട്ടാട്ടോ. ചേച്ചിമാരൊക്കെ പോയപ്പോൾ ടക്കടയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ അവളെ അതുകൊണ്ട് അത്ര ഹാപ്പിയൊന്നുമില്ല. അവന്മാരുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ അവന്മാർ സ്കൂളിൽ പോകുമ്പോൾ ഇവർക്ക് സങ്കടമാണ്. കുഞ്ഞാവ ഇത്ര എൻ്റെ കയ്യിലായിരുന്നു. അമ്മമ്മ വന്ന് തറയൊക്കെ എടുത്തി. അപ്പോൾ അവൾക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ല. അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നെ. അവൾ ചെരിയാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവളിങ്ങനെ ചെരിഞ്ഞ് വരുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൾ ശരിക്കും ചെരിയുന്നു തോന്നുന്നു. ഇപ്പം 90 ഡേയ്സ് കഴിഞ്ഞു. ഹായ് പറഞ്ഞേ. ഹായ്. ടാറ്റാ. അമ്മ പോയിട്ടേ ടാറ്റാ. അപ്പോൾ കുഞ്ഞാവ് കിടത്തില്ല. എനിക്കിത് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് റെഡിയായി ഇറങ്ങുക. അപ്പോൾ അവളും അങ്ങോട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ടാറ്റ. അമ്മമ്മയുണ്ട്. ടാറ്റ. കാര്യമല്ലേ, ഇപ്പം പെട്ടെന്ന് വരാൻ പോയിട്ടെ. ടാറ്റ. അപ്പോൾ ഞാൻ പുറത്തോട്ട് പോവാം. നല്ല വെയിലാട്ടോ ഇന്ന്.
ഏ എന്തമ്മേ പൂമ്പാറ്റ പറക്കുക കേട്ടോ. ആ പൂമ്പാറ്റ പറക്കുക കേട്ടോ. ആ വീടെത്തി ഉണ്ടോ. കുട്ടിക്ക് ഉറക്കമൊക്കെ വന്ന് തുടങ്ങി. ചെറിയ കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞ് വരുന്ന പുറത്തോട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ആ നോക്കി ചേച്ചി പേപ്പർ ഇട്ടോടെ. ആ ചേച്ചി അവിടെ പേപ്പർ ഇട്ടതാ പറഞ്ഞത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.